കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 3-ാം അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ആദ്യ 2 അധ്യായങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുവല്ലോ അല്ലേ? എന്താ നമ്മുടെ പുതിയ അധ്യായത്തിൻ്റെ പേര്? അതെ, നമ്മുടെ കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നാം സാധാരണ പറയാറുണ്ട് അല്ലേ? ഒരു നല്ല കുടുംബം അതിലെ അംഗങ്ങളുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ തന്നെ ജീവിത രീതിയെ ഗണ്യമായി സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കുടുംബം, എങ്ങനെയാണ് കുടുംബത്തിൻ്റെ രീതികൾ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാലോ? എന്താ, റെഡിയല്ലേ? ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിയേ. ഇതിൽ ആരൊക്കെയാ ഉള്ളത്? അതെ, ചിത്രത്തിൽ അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, കുട്ടികൾ എന്നിവരെ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും അംഗങ്ങളുണ്ടല്ലോ. ആരൊക്കെയാണവർ? അവരുടെ പേരും മറ്റു വിവരങ്ങളും ഒന്ന് രേഖപ്പെടുത്തണേ. എന്നിട്ടത് നിങ്ങളുടെ ടീച്ചറിന് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും വേണം. എന്താണ് കുടുംബം? അച്ഛനും അമ്മയും മക്കളും നമ്മുടെ അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തച്ഛൻ, മുത്തശ്ശി തുടങ്ങിയവർ ഉൾപ്പെടും അല്ലേ? അപ്പോൾ വ്യക്തികൾ ചേർന്നാണ് കുടുംബം രൂപപ്പെടുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബങ്ങൾ ചേർന്നാലോ? അതെ, കുടുംബങ്ങൾ ചേർന്നാൽ സമുദായം രൂപപ്പെടുന്നു. അതായത് എന്താണ് സമുദായം എന്ന് ചോദിച്ചാൽ, പല കുടുംബങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് സമുദായം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സംശയം കൂട്ടുകാരെ, പല സമുദായങ്ങൾ ചേർന്നാലോ? അതെ, പല സമുദായങ്ങൾ ചേരുമ്പോൾ സമൂഹം രൂപം കൊള്ളുന്നു. എന്താണ് സമൂഹം എന്ന് മനസ്സിലായോ? പല സമുദായങ്ങൾ കൂടി ചേരുന്നതിനെയാണ് സമൂഹം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്നും നമുക്കൊരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കിയാലോ? ഫ്ലോ ചാർട്ടിലെ ഏറ്റവും താഴത്തെ ഘടകം എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാണല്ലോ അത്. അതെ, വ്യക്തികൾ. വ്യക്തികൾ കഴിഞ്ഞാലോ കുടുംബം. കുടുംബങ്ങൾ ചേർന്ന് സമുദായം. സമുദായങ്ങൾ ചേരുമ്പോഴോ സമൂഹം. അപ്പൊ ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണത്? അതെ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്നത് കുടുംബം ആണ്. എന്തായിരിക്കും അങ്ങനെ വിലയിരുത്താൻ കാരണം? സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്നത് കുടുംബമാണ് എന്ന് പറയുവാൻ എന്തായിരിക്കും കാരണം? നിങ്ങൾ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കുന്നു? കൂട്ടുകാരെ, നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ മുതിർന്നവരെ കാണുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നു, കുശലം പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ മര്യാദകൾ, ചിട്ടകൾ, ജീവിത രീതി ഇവയെല്ലാം നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ നൽകുന്നതാരാണ്? തീർച്ചയായും നിങ്ങൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് തന്നെ പറയും. ശരിയാണത്. അച്ഛനും അമ്മയും അടങ്ങുന്ന നമ്മുടെ കുടുംബമാണ് നമുക്ക് ഇത്തരം ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? നിങ്ങൾ സ്കൂളിൽ വെച്ചോ മറ്റോ ചെറിയ അപകടമോ മറ്റോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം എന്ന് പറയാറില്ലേ പലപ്പോഴും? അതായത് നമ്മുടെ അച്ഛനമ്മമാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അവരുടെ അടുത്ത് ഓടിയെത്തുവാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ? എന്നാൽ അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. സാമൂഹ്യ ബന്ധങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഇപ്പോ ഈ ചോദ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കൂട്ടുകാരെ, കുടുംബത്തെ എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് എന്ന്. നമുക്കതിന്റെ കാരണങ്ങൾ ഒന്ന് കൃത്യമായി എഴുതിയെടുത്താലോ? അതെ, സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. നമുക്ക് സ്നേഹവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നത് കുടുംബമാണ്. സാമൂഹ്യ ബന്ധങ്ങൾ
തുടങ്ങുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് എന്ന്? ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ ചില വരികൾ പരിചയപ്പെട്ടാലോ? ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ? ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം. കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ആത്മകഥയായ എന്നിലൂടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന് തൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും പേരല്ലാതെ അതിന് മുകളിലേക്കുള്ള തലമുറകളുടെ പേര് അറിയില്ല. നിങ്ങൾക്കോ കൂട്ടുകാരെ? അറിയില്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? അങ്ങനെ കിട്ടുന്ന പേരുകൾ ചേർത്ത് ഒരു കുടുംബ വൃക്ഷം നിർമ്മിച്ചാലോ? അത് പൂർത്തിയാക്കി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരെ, കുടുംബം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതെ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളും നമ്മുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ അടങ്ങുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു കുടുംബം രൂപീകരിക്കുന്നത്? നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, നിങ്ങൾ ഈ കുടുംബത്തിൽ വന്നത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ കുടുംബത്തിലുള്ളത് രക്തബന്ധമാണ് എന്ന് പറയാം. അപ്പോൾ ഒരു കുടുംബം രൂപീകരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് രക്തബന്ധമാണ്. കുടുംബ രൂപീകരണത്തിൽ രക്തബന്ധം മാത്രമാണോ ഘടകം? നോക്കൂ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നിങ്ങളുടെ അച്ഛനും അടങ്ങുന്ന കുടുംബത്തിലേക്ക് എങ്ങനെയാ വന്നത്? അച്ഛൻ വിവാഹം ചെയ്തു കൊണ്ടുവന്നതാണ്, അല്ലെ? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ അമ്മ കടന്നു വന്നത് എങ്ങനെയാണ്? രക്തബന്ധത്തിലൂടെയല്ല, വിവാഹബന്ധത്തിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ കുടുംബം രൂപീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വിവാഹബന്ധമാണ് എന്ന് നമുക്ക് പറയാം. രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും മാത്രമല്ല, ദത്തെടുക്കൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കുട്ടികളില്ലാതിരിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് കുട്ടികളെ ഏറ്റെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് ദത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദത്തെടുക്കുന്നതിലൂടെയും ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നതുണ്ട്. അപ്പോൾ 3 പ്രധാന ഘടകങ്ങളിലൂടെയാണ് ഒരു കുടുംബം രൂപീകരിക്കുന്നത്. 1 രക്തബന്ധത്തിലൂടെ, 2 വിവാഹബന്ധത്തിലൂടെ, 3 ദത്തെടുക്കലിലൂടെ. കൂട്ടുകാരെ, ഇനി ഒരു പഠന പ്രവർത്തനമാണ്. സാധാരണയായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുക? സ്കൂൾ വിശേഷങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളുമെല്ലാം നമ്മൾ വീട്ടിലുള്ളവരോട് പങ്കുവയ്ക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ സാധ്യതയുള്ളത് എന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. അതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കി നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ക്ലാസ് ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കൂട്ടുകാരെ, ഈ പാഠത്തിൽ നമുക്ക് കുറച്ചുകൂടി ഭാഗങ്ങൾ പഠിക്കുവാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി പഠിക്കാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക.